ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അർച്ചനയുടെ ഫോട്ടോയുടെ മുന്നിൽ വളരെയധികം സങ്കടത്തോടെ വന്ന് നിൽക്കുകയാണ് ഇന്ദു. ഇത് കണ്ട് കമല അവിടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് ഇന്ദുവിനോട്, എന്താ മോളുടെ വിഷമമെന്ന്. ഇന്ന് അമ്മുക്കുട്ടിയുടെ അച്ഛനും അമ്മയും സ്കൂളിൽ വരും എന്ന് പറയുമ്പോൾ കമല ചോദിക്കുന്നുണ്ട്, അത് മോളുടെ അച്ഛനും അമ്മയും കൂടിയല്ലേ എന്ന്. എന്നെങ്കിലും ഒരിക്കൽ എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ പറ്റുമോ എന്ന് ഇന്ദു ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് വളരെ വിഷമത്തോടെ കമല പറയുന്നുണ്ട്, എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ മോളെ കാണാൻ ഞാനും കാത്തിരിക്കുകയാണ്. ഇത്രയും വർഷമായിട്ടും അവളെ ഓർക്കാത്ത ഒരു നിമിഷം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഉറങ്ങിക്കിടക്കുമ്പോൾ ഉണരുമ്പോൾ എന്തിന് രുചിയുള്ളൊരു ആഹാരം ഉണ്ടാക്കിയാൽ പോലും അത് കഴിക്കാനെടുക്കുമ്പോൾ എൻ്റെ മോളെ ഓർക്കാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. നോക്കിക്കോ, ഒരു ദിവസം നമ്മുടെ രണ്ടുപേരുടെയും ആഗ്രഹം നടക്കും. ഒരു ദിവസം നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നിൻ്റെ അമ്മ വരും. അതുവരെ മോളുടെ കൂടെ കളിക്കാനും ചിരിക്കാനും ഒക്കെ ഇവിടെ അമ്മുക്കുട്ടിയില്ലേ? ഒന്നുമില്ലെങ്കിലും ദേ അമ്മമ്മ ഇവിടെ നിൽക്കുമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കമല. അങ്ങനെ ഇന്ദു കമലയെ കെട്ടിപ്പിടിക്കുകയാണ്. ശേഷം ഇപ്പോൾ സ്നേഹയെ കാണിക്കുന്നുണ്ട്. സ്നേഹ മുറ്റമടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്കൊരു കാറ് വരുന്നുണ്ട്. അതിൽ നിന്നും സച്ചി ഇറങ്ങുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് സച്ചിയോട് സ്നേഹ തിരക്കുന്നുണ്ട്. ഞാൻ കഴിച്ചു എന്ന് സച്ചി പറയുന്നു. ഇല്ലെങ്കിൽ കുറച്ച് വഴനയപ്പം പൊതിഞ്ഞ് തരാം, വണ്ടിയിൽ വെച്ചാൽ മതി, എന്നിട്ട് പിന്നെ കഴിച്ചാൽ മതി എന്നൊക്കെ സ്നേഹ പറയുന്നുണ്ട്. അത് ശരിയാവില്ല എന്ന് സച്ചി പറയുമ്പോൾ അവിടേക്ക് ധനുഷ് വരുന്നുണ്ട്. എന്നിട്ട് ധനുഷ് പറയുന്നുണ്ട്, നിർബന്ധിക്കേണ്ട സ്നേഹേ, നിൻ്റെ ഏട്ടൻ ഇപ്പോൾ ഇവിടുത്തെ ആഹാരം പിടിക്കില്ല എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, പിടിക്കാത്തത് കൊണ്ടല്ല, ഞാൻ രാവിലെ ആഹാരം കഴിച്ചിട്ടാണ് വന്നത്. ഈ സമയം അമ്മുക്കുട്ടി അവിടേക്ക് ഓടി വരുന്നുണ്ട്. വെല്ലിച്ച എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ആഹാ ഇന്ദു എവിടെ എന്ന് ചോദിക്കുന്നു. അവളെ കമലാമ്മ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അമ്മു. ഇന്ദു ഇപ്പോൾ അവിടേക്ക് വരുന്നുണ്ട്. കമല എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സ്നേഹ അവിടേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണെന്ന്. ഞാൻ എന്തോ മറന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഓർത്തെടുക്കുകയാണ് കമല. സച്ചിയുടെ ദേ പുറത്ത് നിൽപ്പുണ്ട്, പെട്ടെന്ന് ചെന്നാൽ അവരുടെ കൂടെ പോകാമെന്ന് സ്നേഹ പറയുന്നു. അങ്ങനെ കമലയും ഇപ്പോൾ അവരോടൊപ്പം പോയിരിക്കുകയാണ്. അവർ പോയോ എന്ന് സ്നേഹ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ധനുഷ് പറയുന്നുണ്ട്, അവരിപ്പോൾ പോയതേ ഉള്ളൂ എന്ന് ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് പച്ചക്കറി വാങ്ങാൻ പോകണമായിരുന്നു എന്ന് പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട്, അതിന് ആവണി സ്കൂളിലേക്കല്ലേ പോകുന്നത്, അവളുടെ കൂടെ പോയാൽ മതിയല്ലോ എന്നൊക്കെ ധനുഷ് പറയുന്നുണ്ട്. അങ്ങനെ പേഴ്സും പൈസയും ഒക്കെ എടുത്ത് വന്നു അവിടെ എത്തിയിരിക്കുകയാണ് സ്നേഹ. അങ്ങനെ ആവണിയോടൊപ്പം പോവുകയാണ് കമല. അങ്ങനെ ആവണിയുടെ അടുത്ത് വണ്ടിയിൽ കയറുകയാണ്. വളരെ വിഷമത്തോടെയാണ് ഇപ്പോൾ വണ്ടിയിലേക്ക് കയറിയിരിക്കുന്നത് കമല. ആവണി കമലയോട് പറയുന്നുണ്ട്, ഞാൻ അമ്മമ്മയോട് പറയണമെന്ന് വിചാരിച്ചതാണ്. സ്കൂളിൽ ചിലപ്പോഴൊക്കെ ഇന്ദുക്കുട്ടി ഒറ്റയ്ക്ക് വിഷമിച്ചിരിക്കാറുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അവളൊന്നും പറയില്ല. അമ്മയെക്കുറിച്ചാണെന്ന് എനിക്കറിയാം. അമ്മുക്കുട്ടി ആതിരയുടെ കുഞ്ഞാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ സച്ചി സ്വന്തം മകളെപ്പോലെയാണ് ഇന്ദുക്കുട്ടിയെ വളർത്തുന്നത്. അവളുടെ എല്ലാ കാര്യത്തിലും എപ്പോഴും സച്ചി ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ആതിരയും സന്ദീപും ആണെങ്കിലും ഇതുവരെ അവളോട് സ്നേഹക്കുറവൊന്നും കാണിച്ചിട്ടില്ല. കുഞ്ഞിലെ തന്നെ അവളുടെ അമ്മ ഒളിച്ചോടിപ്പോയി എന്ന് വിശ്വസിപ്പിച്ചത് വലിയ തെറ്റായിപ്പോയി എന്ന് ആവണി പറയുന്നു. അല്ലാതെ എന്ത് ചെയ്യാനാ? അമ്മുക്കുട്ടിയെ ആതിരയും സന്ദീപും ലാളിക്കുകയും കൊഞ്ചിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് അമ്മയില്ല എന്ന് ഒരു ദിവസം അവൾ എന്നോട് ചോദിച്ചു. ഞാൻ മോളോട് എന്ത് പറയാനാ? ഒടുവിൽ എൻ്റെ അമ്മ എവിടെ പോയി എന്ന് ചോദിച്ച് കരയാൻ തുടങ്ങിയപ്പോഴാണ് അമ്മയെ കാണാനില്ല എന്ന് ഞാൻ പറഞ്ഞത്. പാപം, അവളത് വിശ്വസിച്ചു എന്ന് പറയുകയാണ് കമല. ഇത് കേട്ട് ആവണി പറയുന്നുണ്ട്, അർച്ചന ആൻറ്റി എന്നെങ്കിലും തിരിച്ചു വന്നാൽ അമ്മുക്കുട്ടിയോട് അന്ന് കാണിച്ചിരുന്ന സ്നേഹം ഇന്ദുക്കുട്ടിയോട് കാണിക്കുമെന്ന് അച്ചമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അതിനെന്താ സംശയം? എൻ്റെ മോളോട് അവൾ ഒരു വ്യത്യാസവും കാണിക്കില്ല. ഇത്രയും നാളായിട്ടും അവളെ ഞാൻ എൻ്റെ കൊച്ചുമകളായിട്ടേ കണ്ടിട്ടുള്ളൂ എന്ന് കമല പറയുന്നുണ്ട്. അപ്പോൾ ആവണി പറയുന്നുണ്ട്, അർച്ചന ആൻറ്റി എത്രയും പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു. ഉടനെ കമല പറയുന്നുണ്ട്, അവൾ വരാതിരിക്കില്ല, വരും. അങ്ങനെ ഇപ്പോൾ ആവണി കമലയെ വഴിയിൽ ഇറക്കിയിരിക്കുകയാണ്. എന്നിട്ട് ആവണി സ്കൂളിലേക്ക് പോകുന്നു. പണ്ട് ഇങ്ങനെയായിരുന്നു. അർച്ചന പറയുന്ന സാധനങ്ങളെല്ലാം തന്നെ കമല വാങ്ങിക്കാറില്ല, മറന്നു പോകുമായിരുന്നു. പറ്റിയൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് കമല. തുടർന്നിപ്പോൾ പച്ചക്കറി കടയിലേക്ക് എത്തിയിരിക്കുകയാണ് കമല. എന്നിട്ട് കടക്കാരനോട് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് പറയുന്നുണ്ട്. ഓരോന്നും ഇങ്ങനെ ഓർത്താണ് ഇങ്ങനെ കമല പറയുന്നത്. ഇത് കണ്ട കടക്കാരൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ ഓർത്തോർത്ത് കഷ്ടപ്പെടുന്നത്? ഒരു ലിസ്റ്റ് എഴുതിക്കൊണ്ട് വന്നാൽ പോരായിരുന്നോ വേണ്ട സാധനങ്ങളുടെ എന്നൊക്കെ ചോദിക്കുന്നു. അത് ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്, പേഴ്സിലുണ്ട് എന്ന് പറയുന്നുണ്ട്.
എന്ന് പറഞ്ഞ് കമല പേഴ്സ് തുറന്ന് നോക്കുമ്പോൾ പേഴ്സിൽ കാണുന്നില്ല. ഇത് കണ്ട കടക്കാരൻ പറയുന്നുണ്ട്, ആ പതിവ് പോലെ ഇന്നും മറന്നോ? ഓർത്ത് പറഞ്ഞാൽ മതി, ഞാൻ എഴുതാം, എന്നിട്ട് എടുത്തു തരാം എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ കമല പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അർച്ചനയ്ക്ക് ഇപ്പോൾ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മുന്നിലായിട്ട് വണ്ടി നിർത്തുകയാണ്. ഞാൻ പോയി ബുക്ക് വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് അർച്ചന ഇപ്പോൾ കടയുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അച്ഛാ, ഞാൻ പോയി ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഗൗരിയും ഇറങ്ങുന്നു. ഈ സമയത്ത് ഗൂഗിളിനൊരു ഫോൺ കോൾ വരുന്നു. അങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൂഗിൾ. ഗൗരിമോളാണെങ്കിൽ അവിടെ പുറത്ത് നിന്ന് ഇങ്ങനെ ചോക്ലേറ്റൊക്കെ കഴിക്കുന്നുണ്ട്. ഈ സമയത്താണ് കമല പുറത്തേക്ക് വരുന്നത്. അവിടെ ഒരു സവോള താഴെ വീണ് കിടക്കുന്നുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് ഇത് എവിടെ പോയി? ഷോ, എന്തൊരു വെയിൽ! കണ്ണട ഇല്ലാത്തത് കൊണ്ട് കണ്ണും കാണാൻ മേലല്ലോ. കണ്ണട ശരിയാക്കാൻ കൊടുത്തവനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ ഇപ്പോൾ തല്ലും. ചേടാ, ഈ ഉരുളക്കിഴങ്ങ് ഇത് എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് അവിടെയെല്ലാം തപ്പി നോക്കുകയാണ് കമല. കണ്ണിന് കാഴ്ച കുറവായതുകൊണ്ട് ഇത് കാണുന്നില്ല കമല. ഇത് ഗൗരി കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സവാള എടുത്ത് കൊടുക്കുന്നുണ്ട് ഗൗരി. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഉരുളക്കിഴങ്ങല്ല, ഇത് സവോളയാണെന്നും പറഞ്ഞാണ് കൊടുക്കുന്നത്. മുത്തശ്ശിയുടെ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗൗരി. മുത്തശ്ശിയുടെ കണ്ണട ശരിയാക്കാൻ കൊടുത്തിട്ട് 2 ദിവസമായി, അവൻ ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല എന്നൊക്കെ കമല ഗൗരിയോട് പറയുന്നുണ്ട്. അല്ല, മോളേതാ? എന്താ മോളുടെ പേര് എന്നൊക്കെ കമല ചോദിക്കുന്നുണ്ട്. എൻ്റെ പേര് ഗൗരി എന്നാണ്, ഞാൻ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് എന്ന് പറയുമ്പോൾ കമല ചോദിക്കുന്നുണ്ട്, മോൾ ഒറ്റയ്ക്കാണോ സ്കൂളിൽ പോകുന്നത്? ഉടനെ ഗൗരി പറയുന്നുണ്ട്, അല്ല, അച്ഛനും അമ്മയും കൂടെയുണ്ട്. അമ്മ ഒരു ബുക്ക് വാങ്ങാൻ കടയിൽ കയറിയിരിക്കുകയാണെന്ന് ഗൗരി പറയുന്നു. ശരി മോളെ, ഞാനും പച്ചക്കറി വാങ്ങാൻ ഇവിടെ വന്നതാണ്, മോള് പൊയ്ക്കോ എന്ന് കമല പറയുന്നു. ഈ സമയം ഗൂഗിൾ കാറിന് പുറത്തേക്ക് ഇറങ്ങി ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഗൂഗിൾ നോക്കുമ്പോൾ ഗൗരി പച്ചക്കറിക്കടയിൽ നിൽക്കുന്നതായി കാണുന്നു. അങ്ങനെ ഗൂഗിൾ ഇപ്പോൾ ഗൗരിയെ വിളിക്കുകയാണ്. എൻ്റെ പൊന്നുമോളെങ്കിൽ ചെല്ല് എന്ന് പറഞ്ഞ് കുട്ടിക്ക് ഒരു ചുംബനവും കൊടുത്ത് വിടുകയാണ് കമല. എന്തിനാ ഇങ്ങനെയൊക്കെ എന്ന് ഗൂഗിൾ ചോദിക്കുമ്പോൾ അതൊരു പാവം മുത്തശ്ശിയാണ് എന്നൊക്കെ ഗൗരി പറയുന്നുണ്ട്. മോളെങ്കിൽ കാറ് കയറിയിരിക്കെ എന്ന് പറഞ്ഞ് കാറിൻ്റെ ഡോർ തുറന്ന് കൊടുക്കുകയാണ് ഗൂഗിൾ. അങ്ങനെ കമല കടയുടെ പുറത്ത് ഇറങ്ങി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സ്കൂട്ടർ വന്ന് ഇടിച്ചിടുകയാണ് പെട്ടെന്ന്. കമല താഴേക്ക് വീഴുന്നുണ്ട്. ഇത് അർച്ചന കാണുന്നുണ്ടായിരുന്നു. അമ്മയെന്ന് പറഞ്ഞ് അർച്ചന ഓടി കമലയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. പക്ഷേ എന്നാൽ സ്വന്തം അമ്മയാണെന്ന് എന്നുള്ള ഓർമ്മയൊന്നും ഇപ്പോൾ അർച്ചനയ്ക്കില്ല. അതറിയാതെയാണ് ഇപ്പോൾ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അർച്ചന ഇപ്പോൾ ചെന്നിരിക്കുന്നത്. കമലയ്ക്ക് കാഴ്ച കുറവായതിനാൽ ഇപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ചൊക്കെ നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. കമലയ്ക്ക് അത് അർച്ചനയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അർച്ചന ഇപ്പോൾ കമലയ്ക്ക് വെള്ളം കൊടുക്കുകയാണ്. മോൾ ആരാ, എന്നെ ഒന്ന് പിടിച്ചേ എന്നൊക്കെ പറയുന്നുണ്ട് കമല. ഈ സമയം ഗൗരി അവിടെ കിടന്ന് അമ്മയെന്ന് കിടന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ അർച്ചന അവിടേക്ക് പോവുകയാണ്. ശേഷം കമല ഇങ്ങനെ മുഖമൊക്കെ കഴുകുമ്പോൾ അർച്ചനയെ കാണുകയാണ്. കമല എങ്ങനെ അച്ചു മോളെ എന്നൊക്കെ പറഞ്ഞ് അവിടേക്ക് ഓടിപ്പോകുന്ന സമയത്ത് അർച്ചന കാറിൽ കയറി പോയിരുന്നു. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.